എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. കുറുകുഴലിൻ്റെ ഈ അധ്യായം എം.എൻ. തങ്കപ്പനെ ഓർമ്മിപ്പിക്കുന്നു. മലയാളത്തിലെ പ്രശസ്തനായ നാടൻപാട്ട് ഗായകനും എഴുത്തുകാരനും കാഥികനും കഥാകാരനും നാടകക്കാരനുമായിരുന്ന എം.എൻ. തങ്കപ്പൻ മധ്യ തിരുവിതാംകൂറിൽ മല്ലപ്പള്ളിയിൽ പുരണി എന്ന സ്ഥലത്ത് എൻ.സി. കൃഷ്ണൻകുട്ടിയുമായി ചേർന്ന് 1970 കാലഘട്ടത്തിൽ നാടൻ പാട്ടുകളും നാടൻ കലകളും അവതരിപ്പിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത്. കോളേജ് വിദ്യാഭ്യാസ കാലത്ത് അദ്ദേഹം വെട്ടിയാർ പ്രേംനാഥുമായി ചേർന്ന് നാടൻപാട്ട് ഗവേഷണ രംഗത്തും പ്രവർത്തിച്ചിരുന്നു. പിൻകാലത്ത് പ്രശസ്തമായ പല പാട്ടുകളും എം.എൻ. തങ്കപ്പൻ എഴുതുകയും ഈ പാട്ടുകൾ നമ്മുടെ നാടൻപാട്ട് സംഘങ്ങളും ഒപ്പം പോപ്പുലർ ബാൻഡുകളും ഇന്നും പാടി വരുന്നു. 1970 ഓൾ ഇന്ത്യ റേഡിയോയിൽ അവതരിപ്പിക്കാൻ എം.എൻ. തങ്കപ്പൻ എഴുതിയ ചെക്കലുദിക്കും മുമ്പേ തെക്ക് 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 എന്ന ഈ പാട്ടുകൾ ഇന്നും 2026 കേരളത്തിലെ നാടൻപാട്ട് സംഘങ്ങൾ പാടി വരുന്നു. നാടൻപാട്ട് സംഘങ്ങൾ ആരും തന്നെ എം.എൻ. തങ്കപ്പനെ സൂചിപ്പിക്കാറ് പോലുമില്ല. പ്രശസ്തമായ മലയാളത്തിലെ പല ബാൻഡുകളും ഈ പാട്ടുകൾ ഇന്നും പാടുമ്പോഴും എം.എൻ. തങ്കപ്പൻ എന്ന അനുഗ്രഹീത കവിയെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ രചനകളെക്കുറിച്ചോ സംസാരിക്കാറേ ഇല്ല. എം.എൻ. തങ്കപ്പൻ പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ ആധ്യാത്മിക ധാരയിൽ വളരുകയും തൻ്റെ വംശത്തിൻ്റെ വാമൊഴി ചരിത്രങ്ങൾ രേഖപ്പെടുത്തുകയും പാട്ടിലൂടെയും കഥാപ്രസംഗത്തിലൂടെയും തിരക്കഥകളിലൂടെയും നാടകത്തിലൂടെയും സജീവമായി നിന്ന ഒരു കാലഘട്ടത്തിൽ പിറന്ന ഈ പാട്ടുകൾ ഇന്നും നമ്മൾ പാടി വരുന്നു. എം.എൻ. തങ്കപ്പൻ സാറിൻ്റെ കഥാപ്രസംഗത്തിലും നാടകത്തിലും ദീർഘനാൾ ഹാർമോണിയം വായിക്കുകയും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് സംഗീതം നൽകുകയും ചെയ്ത പാമ്പാടി തങ്കപ്പൻ സാറാണ് സി.ജെ. കുട്ടപ്പൻ സാറുമായി സംസാരിക്കുന്നത്. കെ.പി. ജയൻ സംവിധാനം ചെയ്ത അനന്തം അജ്ഞാതം എന്ന ചലച്ചിത്രത്തിൽ 4 പാട്ടുകൾ എം.എൻ. തങ്കപ്പൻ എഴുതിയിട്ടുണ്ട്. മഹാനായ സംഗീത ചക്രവർത്തി എം.കെ. അർജുനൻ മാഷ് സംഗീതം നൽകി യേശുദാസ്, വാണി ജയറാം, ജയചന്ദ്രൻ പാടിയ പാട്ടുകൾ ഇന്നും യൂട്യൂബിൽ ലഭ്യമാണ്. റെയിൽപ്പാളങ്ങൾ എന്ന മറ്റൊരു സിനിമയ്ക്കും എം.എൻ. തങ്കപ്പൻ പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. മുത്ത് എന്നൊരു നാടകം അദ്ദേഹം എഴുതുകയും തിരുവനന്തപുരം പ്രഭാത ബുക്ക് ഹൗസ് അത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. സാഹിത്യത്തിലും കലയിലും എഴുത്തിലും പ്രസംഗത്തിലും സമുദായ പ്രവർത്തനത്തിലും സജീവമായി നിന്ന എം.എൻ. തങ്കപ്പൻ്റെ ബഹുമുഖ പ്രതിഭ കേരളം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. സി.ജെ. കുട്ടപ്പൻ സാറും പാമ്പാടി തങ്കപ്പൻ സാറും ചേർന്ന് എം.എൻ. തങ്കപ്പനെ വീണ്ടും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. കുട്ടപ്പൻ സാറേ, നമസ്കാരം. ഞാൻ എൻ്റെ വളരെ ചെറുപ്പം തൊട്ട് സാറിനെ പറ്റി കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി കാലങ്ങൾക്ക് ശേഷം കൂടി വരുന്നു. ആ ഇടയ്ക്കാണ് ഞാൻ എൻ്റെ പ്രിയ സുഹൃത്ത് എം.എൻ. തങ്കപ്പനുമായിട്ട് കൊണ്ടുകൂടിയത്. അതിൽ വളരെ ഹൃദയപൂർവമായ ഒരു പാട്ടാണ് മൊഴിമുത്ത് കേട്ട് ഞാൻ വന്നു. ഏറ്റവും കൂടുതൽ അലയടിച്ചൊരു പാട്ടാണ് അത്. പല രീതിയിൽ ഞാൻ പാട്ടുകൾ ഉണ്ടാക്കിയിട്ട് പുള്ളിക്ക് തൃപ്തിപ്പെട്ടില്ല. അവസാനം ഞങ്ങൾ പാട്ടുകളെ സൗണ്ട് ഇട്ടു, മാറ്റി എഴുതാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ നോക്കി അവസാനം വെളുപ്പിന് ഒരു 4 മണിയായപ്പോൾ ഈ പാട്ട് ഞാൻ ചെയ്തു. മൊഴിമുത്തു കേട്ടു ഞാൻ വന്നു, സ്നേഹ മഴധാരയിൽ ഞാൻ അലിഞ്ഞു. ഇത് കേട്ടപ്പം പുള്ളി എന്നെ കെട്ടിപ്പിടിച്ചു. കണ്ണിക്കൂടെ രക്തം വന്നിരുന്നില്ല. അതുപോലെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അങ്ങനെ സാറിനെ കുറിച്ച് എം.എൻ. തന്നെ എന്നോട് പല സന്ദർഭങ്ങളിൽ എന്നോട് അങ്ങനെ ഞാൻ ആ പാട്ടൊരു 4 രംഗം പാടുക എൻ്റെ ഓർമ്മ പുതുക്കാൻ. മൊഴിമുത്തു കേട്ടു ഞാൻ വന്നു, സ്നേഹമഴധാരയിൽ ഞാൻ അലിഞ്ഞു. ഗുരുവര പൊരുളൻ്റെ ആത്മാവിലെ വരദാനമായി തീർന്നു. ഗുരുവര പൊരുളൻ്റെ ആത്മാവിലെ വരദാനമായി തീർന്നു. മൊഴിമുത്തു
കേട്ടു ഞാൻ വന്നു സ്നേഹമഴധാരയിൽ ഞാൻ അലിഞ്ഞു. സത്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും മഴധാരയിൽ അലിഞ്ഞു. ആ സുഹൃബന്ധത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് തോന്നിപ്പോയി. അത്രയും ആശയങ്ങളും സംഗീതവും ആ പാട്ടിനകത്ത് വന്നെന്ന് പുള്ളി സമ്മതിച്ചിട്ടുണ്ട്. എത്ര ദൂരത്ത് നിന്നാലും സാറിൻ്റെ വാക്കും വരികളും കേൾക്കുമ്പോൾ അതിൽ സാറിൻ്റെ കരസ്പർശം ഒരു പ്രത്യേകതയുണ്ട്, നമുക്ക് മനസ്സിലാവും. പിന്നെ സംഗീതത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. സാറ് തന്നെ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ കറിവച്ചാലിൽ പലവട്ടം നമുക്ക് കൂടി വരുവാനും ഒരുമിച്ച് പല കൂട്ടായ്മയിലും പങ്കാകാനൊക്കെ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. അതെ. ഇപ്പം ഈ പാട്ട് കേട്ടപ്പോൾ തന്നെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് വലിയ താന്നിക്കുന്ന ഇന്നത്തെ PRDCൻ്റെ ആസ്ഥാനം. അവിടെ വെച്ചാണ് ഞാൻ എമ്മനെ ശരിക്കും പരിചയപ്പെടുന്നത്. ഞങ്ങൾ ഒത്തിരി അന്ന് വലിയ തിരുമേനിയും കൊച്ചു തിരുമേനിയും അമ്മച്ചിയും ഒക്കെയുള്ള ഒരു കാലയളവാണ്. അന്ന് എമ്മൻ്റെ സഹപാഠികളായിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു. നമ്മുടെ കോട്ടയം തമ്പിച്ചാൻ, അത് KPC തമ്പിച്ചാൻ, പിന്നെ ഒരു അധ്യാപകനുണ്ടായിരുന്നൊരു ചിത്രകാരൻ മാത്യു സാറുണ്ടായിരുന്നു, ഒരു ചിത്രകാരൻ സുശീലൻ സാറുണ്ടായിരുന്നു. സുശീലൻ അവരൊക്കെയുള്ള ഒരു കാലയളവാണ്. അപ്പോൾ ഇത്തരം ഭക്തിഗാനങ്ങൾ, പ്രത്യേകിച്ച് PRDC ഗാനങ്ങൾ ധാരാളമായിട്ട് പൊയ്യലപ്പച്ചനെ സ്മരണ നിലനിർത്തിക്കൊണ്ടുള്ള ധാരാളം പാട്ടുകൾ. അതെ. പിന്നീട് ഒരു കൂടിവരവും കൂട്ടായ്മയും പുനരാരംഭിക്കുന്നത് 1980 അങ്ങനെയാണ്. കറിവച്ചാൽ വെച്ച് നമ്മളെല്ലാവരും ഒരുമിച്ച് 80കളിലാണ്. അതിനിടയ്ക്ക് പല കാലങ്ങളിൽ കൂടി വന്നിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് ആ കൂടിവരവിൻ്റെ ഒരു ദൃഢപ്പെടൽ 80കളിലാണ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ്. അന്നാണ് ഞാൻ സാറിൻ്റെ പുതിയ രചനകളും സംഗീതവും ഒക്കെയായി പരിചയപ്പെടാനും ഇടപെടാനുള്ള അവസരം ലഭിക്കുന്നത്. അങ്ങനെയാണ്. മുന്നാഴി നെല്ലിനരക്കണ്ടം കൊയ്യണ മുന്നായം പാടത്തെ കുഞ്ഞേളച്ചി കൊട്ടേണുണ്ടേ തുടി കൊട്ടുന്നുണ്ടേ എൻ്റെ പുട്ടിയിലെടുത്തോണ്ട് ഇതെൻ്റെ ചങ്കടിക്കുന്നൊരു പാട്ടാണ്. ഇത് ഞാൻ ധാരാളം പാട്ടുകൾ ഞാൻ ML ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ചില പാട്ടുകൾ ഞങ്ങൾ രണ്ടിൻ്റെ ഹൃദയം കൂട്ടിയിട്ടുണ്ട്. ഈ പാട്ട് പാടിയിട്ട് ഞാൻ സാറേ, ഞങ്ങളിപ്പോൾ സ്റ്റേജ് പ്രോഗ്രാമിന് വേണ്ടി പാട്ട് ഉപയോഗിക്കുന്നുണ്ട്. നീ ഉപയോഗിച്ചോളൂ, എന്താ കുഴപ്പം. അപ്പം ഞാനതിന് ഇങ്ങനെ ഒന്ന് തീയോ തിന്നുണ്ടോ തിന്നുണ്ടോ തക തീയോ തിന്നുണ്ടോ തിന്നുണ്ടോ അതുണ്ട്. അപ്പോൾ അതിന് കുറച്ചുകൂടെ ഒന്ന് ജമ്പിങ് ആക്കി പാടുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ സാറേ എന്ന് ചോദിച്ചു. അത് കൊയ്ത്തുപാടല്ലേ. അപ്പോൾ അത്രയും ഒരു കുറച്ചുകൂടെ പഞ്ച് വരുന്നത് നന്നായിരിക്കില്ലേ. കൊയ്ത്തെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളറിയാതെ ആ ഒരു അധ്വാനത്തിനൊരു മത്സര സ്വഭാവം വരുമല്ലോ. ഓരോരുത്തരും ഓരോ നിര കൊയ്ത് കയറി പോകുമല്ലോ. അതെ, അതിനൊരു താളമുണ്ട്. തീയോ തിന്നെന്തോ തക തീയോ തിന്നെന്തോ തീയോ തിന്നെന്തോ തക തീയോ തിന്നെന്തോ കൊട്ടണുണ്ട് തുടി കൊട്ടണുണ്ട് ചെറുപുട്ടിലെടുത്തോണ്ട് പോന്നോളൂ. തീയോ തിന്നെന്തോ തക തീയോ തിന്നെന്തോ എമ്പക്കഞ്ചാലിലര നീര് ചെറ്റില് ചെമ്പാവ് കൊയ്യണ കുഞ്ഞിളച്ചി നോക്കണുണ്ട് നിന്റെ പോക്കും വരവും നോക്കണുണ്ട് ഇങ്ങനെ തീയോ. അപ്പോൾ ഞാനത് കുറച്ചുകൂടെ ജമ്പിങ് ആക്കി. അപ്പോൾ എന്നോട് പറഞ്ഞു കൊള്ളാം കേട്ടോ, നീ അങ്ങനെ പാടിക്കോ. അതെ, ആ ഇപ്പോൾ സാറ് പറഞ്ഞിരിക്കുന്ന ആ സന്ദർഭത്തിന് അത് വളരെ നല്ലതാണ്. കൊയ്ത്ത് കൊയ്ത്തുപാട്ട് അത് തന്നെയല്ല, ഈ കൊച്ചമ്പ്രാൻ വരമ്പത്തുണ്ട്. അപ്പോൾ നോക്കണുണ്ട് നിന്നെ. അപ്പോൾ ഒന്നാം നിരക്ക് നീ വന്നോളോ, കിളപ്പാട്ടിൻ്റെ കൂട്ടത്തിൽ നിന്നോളോ എന്ന് സാറൊക്കെ ഉണ്ട്. ഒന്നാം നിരക്ക് നീ വന്നോളോ, കിളപ്പാട്ടിൻ്റെ കൂട്ടത്തിൽ പാട്ടിൻ്റെ കൂട്ടത്തിൽ നിന്നോളാൻ പറയുന്നുണ്ട്.
ഇപ്പോൾ പറഞ്ഞു വന്ന ഈ പാട്ടിൻ്റെ തുടക്കമേ ഇളനാടൻ പാട്ടിൻ്റെ ശീലു കേട്ടോ, ഇളനേര പുറനേര നീ കണ്ടോ, ഇളനാടൻ പാട്ടിൻ്റെ ശീലു കേട്ടോ, ഇളനേര പുറനേര നീ കണ്ടോ, ആളക്കം കണ്ടോ മൂളക്കം കേട്ടോ, ആളക്കം കണ്ടോ മൂളക്കം കേട്ടോ, വിട്ടിട്ടു കയറണ്ടേ പെണ്ണേ, അങ്കത്തേളപ്പുള്ള പെണ്ണേ, തീയോ തീനുണ്ടോ തീനും തീനുണ്ടോ തക, തീയോ തീനുണ്ടോ തീനും തീനുണ്ടോ, നിന്നാഴി നെല്ലിനരെ കണ്ടം കൊയ്യണ മുന്നായം പാടത്തെ കുഞ്ഞേളച്ചി, കൊട്ടീണുണ്ടേ തൊടി കൊട്ടീണുണ്ടേ എന്റെ കുട്ടിയിലെടുത്തോണ്ട് പോന്നോളൂ. അത് കഴിയുമ്പോൾ പിന്നെ വേറൊരു ഭാഗത്തിലേക്ക് പാട്ട് മാറുക. സാറെപ്പോഴും പാട്ട് എഴുതുമ്പോൾ പാട്ട് എഴുതുമ്പോഴും പാടുമ്പോഴും ഒരു പുതിയ വരികളാണെങ്കിൽ പോലും സാറിൻ്റെ മനസ്സിൽ വരുന്നത് ആ ഒരു ഫോക്ക് സ്റ്റൈലായി എപ്പോഴും വരാറ്. അത് കഥാപ്രസംഗത്തിലാണെങ്കിലും അതാണ് ഞാൻ എമ്മിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളൊരു സത്യം. അതാണ് അനേക പേര് കേരളത്തിൽ ഒരുപാട് പ്രശസ്തരായ പലരുടെയും പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്നിച്ച് ഇതുപോലെ ചെയ്തിട്ടുണ്ട്, അല്ലാതെ കൊണ്ടുപോയി പാട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ വന്നാലും ഉണ്ടല്ലോ, എമ്മനെ ഞാനും കൂടെ ഒന്നിച്ചിരുന്ന് ഒരു കവിത എഴുതി തന്ന അതൊരു പുതിയ വിഭവം, അതൊരു വലിയ അനുഗ്രഹമാണ്. നമ്മുടെ മരണപ്പെട്ടു പോയ ശാസ്താംകോട്ടക്കാരനൊരു കവിയുണ്ടല്ലോ, വിനയേന്ദ്രൻ. ഡി വിനയേന്ദ്രനും നമ്മുടെ മാങ്ങാനം കുട്ടപ്പൻ സാറും പിന്നെ കുറച്ച് ഫിലിം സ്റ്റാർസും എല്ലാം കൂടെ ചേർന്ന് ഞാനും ഉണ്ടായി. ഞാനാണ് അതിൻ്റെ ദൂരദർശന് വേണ്ടി ആ പ്രോഗ്രാം ചെയ്യുന്നത്. അതും സാർ അന്ന് 2 പാട്ട് ചെയ്തു. ഒന്ന് ഇതുകൂടാതെ ഓണത്തിന് വേണ്ടിയായിരുന്നു. അന്ന് പാടും. ഒരാണ്ടിൽ ഒരിക്കലാണ് മാവേലിയുടെ തെരുവരവ്, ഉത്തരാടം നല്ല ഉച്ച നേരത്താണ് തമ്പുരാൻ്റെ തെരു തെളിവ്, തെയ്യാരോ തെയ്യതിനും താരോ തേനാരോ തെയ്യം താര. ഇത് സാറ് മൂളി വളരെ വിശേഷം എന്നെ മൂളി കേൾപ്പിച്ചു. ഈ ഒരു ഈണം ചുവട് പിടിച്ച് പാടിക്കോളാൻ പറഞ്ഞു. അത്തം പൂത്തിറങ്ങി അഞ്ഞാഴിപ്പൂ വിരിഞ്ഞു, ചിത്തിരക്കതിര് കണ്ടേൻ താര ചന്ദിരം പൂക്കും പോലെ. അത്തം പൂത്തിറങ്ങി അഞ്ഞാഴിപ്പൂ വിരിഞ്ഞു, ചിത്തിരക്കതിര് കണ്ടേൻ താര ചന്ദിരം പൂക്കും പോലെ. ചെമ്മാനപ്പൂവിരിപ്പിൽ പണ്ടുത്തരാടം വിരിഞ്ഞു, ഉത്തരാടക്കളത്തിൽ എത്തും മാവേലി തമ്പുരാനും. എന്തെല്ലാം കാഴ്ചയുണ്ട് താര കണ്ടൊന്ന് സന്തോഷിക്കാൻ, കൂട്ടക്കൊരവയുണ്ട് താര ഒട്ടേറെ കോശമുണ്ട്. തിത്താം തെയ്താര തെയ്തകതാര, തിത്താം തെയ്താര തക തെയ്യത്തിനെന്താര. അങ്ങനെ നമ്മൾ തങ്കപ്പൻ സാറിൻ്റെ നാടൻ പാട്ടുകളെ പറ്റിയെല്ലാം സംസാരിച്ചു. അതിനോടകമാണ് കഥാപ്രസംഗ വേദിയിൽ പുള്ളി തിളങ്ങി വന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് പല നല്ല നല്ല കഥകളും പ്രാചീനമായ കഥയും കഥാപ്രസംഗമായി പുള്ളി അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഒന്നോടെ കഥയ്ക്ക് ഞാൻ പാട്ടുകൾ സംഗീതം ചെയ്തിട്ടുണ്ട്. ഗുരുസ്വാമിക്ക് സാറിലെ ഗുരുസ്വാമി ഞാനാണ് ചെയ്തത്, നാരായണ ഗുരുവിൻ്റെ. അത് ചെമ്പഴിഞ്ഞിലെ സൂര്യൻ എന്നാണ് ആ കഥയ്ക്ക് പേര്. അതിനകത്ത് നാരായണ ഗുരുസ്വാമി ഇങ്ങനെ കായൽ തീരത്തിരിക്കുമ്പം ആ കൊച്ചു മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങളാണ് പാട്ടിനകത്ത്. കൊച്ചു മനസ്സിൻ്റെ ഇച്ഛകൾക്കുള്ളിൽ
സ്വച്ഛതയിൽ തെല്ലുനൊമ്പരങ്ങൾ കൊച്ചു മനസ്സിൻ്റെ ഇച്ഛകൾക്കുള്ളിൽ സ്വച്ഛതയിൽ തെല്ലുനൊമ്പരങ്ങൾ കൊച്ചു മനസ്സിൻ്റെ ഇച്ഛകൾക്കുള്ളിൽ സ്വച്ഛതയിൽ തെല്ലുനൊമ്പരങ്ങൾ കാലത്തിൽ കൊട്ടിയൊരിക്കുന്നു ഓർമ്മകൾ ഉത്തരം ഉത്തരം എന്നു ചിലയ്ക്കുന്ന ഉത്തരായണ കിളി പോലെ അങ്ങനെ ഒരു പാട്ടുകൾ. അതുപോലെ തന്നെ കായൽ തീരത്ത് നിന്നുകൊണ്ട് പിന്നെ ഗുരുനാഥൻ ഇങ്ങനെ ഇരിക്കുമ്പം കായലിലെ ഓളപ്പരിപ്പുകളെ പറ്റി ഞാനൊരു 2 ലൈൻ ഓർക്കുന്നുണ്ട്. പാടി കായൽ പരപ്പിലെ കല്ലോലമാലകൾ കാറ്റിനോടെന്തോ കളി പറഞ്ഞു. കായൽ പരപ്പിലെ കല്ലോലമാലകൾ കാറ്റിനോടെന്തോ കളി പറഞ്ഞു. ഇങ്ങനെ നളിന ജാലങ്ങൾ പറഞ്ഞു തളിർത്തുകാലിൽ മൃണാളം നാളങ്ങൾ തളച്ചാത്തിയോ. നളിന ജാലങ്ങൾ തളിർത്തുകാലിൽ മൃണാളം നാളങ്ങൾ തളച്ചാത്തിയോ. കുളിർ ചന്ദന പകരുകയോ മുന്നിൽ കളഭനീർക്കിണ്ണം പൊലിയുകയോ. അതിനകത്ത് മധുരമായ ആ പെൺകുട്ടി വന്ന് പുള്ളിയുടെ കാൽക്കൽ വീഴുമ്പോൾ നളിനജാലങ്ങൾ തളർത്തുവോ കാലും പറയുന്നത്. അതായത് ഒരു ദുഃഖ കഥയുടെ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ദുഃഖ കഥയുടെ ചുരുളടിക്കട്ടെ ഞാൻ, ഒരു മോഹഭംഗത്തിൻ കഥ പറയട്ടെ ഞാൻ. അതതിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള വരികളാണ്. അത് തുടക്കം മുതൽ ഒടുക്കം വരെ മറ്റേ ആ പാട്ടുണ്ട് സാർ പാടുന്ന പഴയ വേറൊരു പാട്ടുണ്ടല്ലോ ചന്ദനക്കട്ടിലൊക്കെ പറയുന്ന ആ ഒരു കാലത്ത്, പങ്കുവയ്ക്കാനല്ല എൻ്റെ പെണ്ണ് പന്തളം വെറ്റയല്ലെൻ്റെ പെണ്ണ്, മൂളിപ്പറഞ്ഞവൾ എൻ്റെ പെണ്ണ്, മുന്നാഴി ചന്ദനം ചേർത്ത പെണ്ണ്. ഈ ഒരു സ്വാധീനം അങ്ങ് ഉടനീളം രചനയിലും സംഗീതത്തിൽ അത് സാറ് മുമ്പേ പറഞ്ഞില്ലേ, ഞാൻ ആ പാട്ട് പാടി കേൾപ്പിച്ചിട്ട് ആദ്യം പറഞ്ഞ ഈണങ്ങളൊന്നും പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് പാടിയില്ലേ സാർ? അതെ 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 അതെ. അപ്പോൾ പുള്ളിയുടെ ആ ട്രാക്കിൽ വന്നാലേ പുള്ളിക്ക് അത് ഇഷ്ടപ്പെടുള്ളൂ. കാരണം പുള്ളി മനസ്സിൽ കാണുന്നൊരു അതെ അതെ ഇതുണ്ട്. ഞാൻ അതിനകത്ത് പിന്നെ ഒന്ന് അങ്ങനെ ഒരു കാസറ്റിന് വേണ്ടി പുള്ളിക്കാരൻ ഒരു താരാട്ട് പാടി ഇറക്കിയായിരുന്നു. ആ താരാട്ട് പാട്ട് പുള്ളി അത് എഴുതി എൻ്റെ തന്നിട്ട് ഒരു ഇത് ചെയ്യണമെന്നില്ല, വലിയ വിശേഷമൊന്നുമുള്ള പാട്ടല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പം എനിക്കിത് കണ്ടപ്പോൾ ഒരു വലിയ സന്തോഷം തോന്നി. ഈ ലിറിക്സ് കണ്ടപ്പോഴേ, കരയാതുറങ്ങൻ്റെ കുഞ്ഞേ കരസ്തേങ്ങാതമയങ്ങൻ്റെ കുഞ്ഞേ, കരയാതുറങ്ങൻ്റെ കുഞ്ഞേ കരസ്തേങ്ങാതമയങ്ങൻ്റെ കുഞ്ഞേ. രാരിരാരോ രാരിരാരോ രാരിരാരിരാരോ രാരിരാരിരാരോ. വിട്ടുവില വാങ്ങിപ്പോയി നിന്റെ ഉറ്റവരെല്ലാരും പോയി, വിട്ടുവില വാങ്ങിപ്പോയി നിന്റെ
ഇറ്റവരെല്ലാരും പോയി ഇറ്റുവെള്ളം നിന്റെ നാവിൽ ഇനി ഇറ്റിത്തരനാരുമില്ല ഇറ്റുവെള്ളം നിന്റെ നാവിൽ ഇനി ഇറ്റിത്തരനാരുമില്ല കരയാതുറങ്ങൻ്റെ കുഞ്ഞേ വിരൽ തേങ്ങാതെ മയങ്ങൻ്റെ കുഞ്ഞേ രാരിരാരിരാരോ 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 കണ്ണിക്കൊന്ന പൂവേ. അത് ഏതിനാ? ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ്. നടൻപാട്ടിനാണോ? അല്ല, കഥാപ്രസംഗത്തിലെ ഫ്രീഡം അറ്റ് അതൊന്ന് മിഡ്നൈറ്റ്. കേൾക്കട്ടെ. കണ്ണിക്കൊന്ന പൂവേവാ എൻ്റെ പഞ്ചാരമുത്തേവാവാ. ഓക്കെ. അച്ഛനും അമ്മയ്ക്കും സ്വർഗം തരാൻ വന്ന കൽക്കണ്ടമുത്തേവാ. പിച്ച വെച്ചു നീ മുറ്റത്തുവാവാ. പിച്ച വെച്ചു നീ മുറ്റത്തുവാവാ. ആന കളിപ്പിക്കാം അച്ഛൻ നിന്നെ പാലമറുട്ടാമമ്മ. ഇഞ്ചു കരം കെട്ടി ഊഞ്ഞാലാടാൻ അച്ഛനും അമ്മയും നിൽക്കാം. പിച്ച വെച്ചു നീ മുറ്റത്തുവാവാ. അതേ മൂഡ് തന്നെയാണ്. ഒരു പെണ്ണൊരു പ്രണയാഭ്യർത്ഥന നടത്തുമ്പോൾ പോലും അവിടെ എഴുതുന്ന വരി ഇതാ: തൊക്കുകൾ മാത്രം പിടിച്ചൊരൻ കൈകളാൽ പൂക്കളെ വാരി ഉണർന്നിട്ടില്ല. ഞങ്ങളാണ്ട് 24-25 വർഷത്തെ പഴക്കമാണ് ഒന്നിച്ച് നടക്കുന്നത്. രണ്ടുപേരും ഒന്നിച്ച് നടക്കാറും ഈ രണ്ട് തങ്കപ്പന്മാരും എവിടെ നോക്കിയാലും കാണുമായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ 14 ജില്ലകളിൽ. ഞങ്ങൾ രണ്ടുപേരും ഓടി നടന്ന് നാടകത്തിൻ്റെ പാട്ടൊക്കെ ഞങ്ങൾ ബസ്സേൽ ഇരുന്നത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പാട്ടാവും. അങ്ങനെ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ അമച്ചർ നാടകങ്ങൾ ഇഷ്ടംപോലുള്ള സമയമാണ്. 6-7 നാടകം ഒരു വർഷം ഞാൻ ചെയ്യുക, എല്ലാ പണിയും ചെയ്യുമായിരുന്നു. അന്നും ഞാനും രചനയും സംഗീതമൊക്കെ ചെയ്യുമില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ പോയി കഴിഞ്ഞു. അല്ല, 60കളിലും 70കളിലും ഒക്കെ ഇരവേരൂർ അരങ്ങൊരുങ്ങുന്ന നാടകങ്ങളിൽ എമ്മൻ്റെയും APSC തമ്പി സാറിൻ്റെ നബിച്ചാൻ്റെയും സുശീലമ്മ സാറിൻ്റെയും ഒക്കെ കൈവപ്പില്ലാതിരിക്കും. അത് അവിടെ വരുന്ന കഥകളൊക്കെ തന്നെ ഇതിനോട് നമ്മുടെ സാറിൻ്റെ കഥ പോലെ തന്നെ, അല്ലെങ്കിൽ പാട്ട് പോലെ തന്നെ സമാനമായ ഇതിവൃത്തങ്ങളൊക്കെയാണ് വരുന്നത്. തങ്കക്കരങ്ങൾ നീട്ടി എന്നെ താലോലിക്കാൻ വന്നു. അത് പയ്യനപ്പച്ചനെ പറ്റി എഴുതുക. അതുപോലെ തന്നെ തെക്ക് തെക്കേ തെക്കേലൊരു ദൈവത്താനുണ്ട്, തെക്കു തെക്കേ തെക്കേലൊരു ചെമ്മന്താനുണ്ട്. പക്ഷേ അത് പൊയ്യൽ അപ്പച്ചൻ ഗുരുദേവൻ ഇതിന് എതിരായിരുന്നു. അങ്ങനെയായിരുന്നു. നമ്മുടെ പ്രാചീന അല്ലെങ്കിൽ പാരമ്പര്യ വിശ്വാസങ്ങൾക്കും അനുഷ്ഠാന സമ്പ്രദായങ്ങൾക്കും ഒരു വിരുദ്ധ നിലപാടായിരുന്നു ഗുരുദേവൻ എടുത്തിരുന്ന നിലപാടെന്ന് പറയുന്നത്. പക്ഷേ അതിനെ വേറൊരു തലത്തിൽ നിന്നുകൊണ്ട് എം എൻ സാറ് അതിനെ പ്രസൻറ്റ് ചെയ്തപ്പോൾ ചൈക്കുള്ളം കയ്യിലെത്തി കാട്ടണ ദൈവം, ഇതിനെ രണ്ടിനെയും ക്ലബ് ചെയ്തു. ഒയ്യലപ്പച്ചൻ്റെ വിശ്വാസധാരയെയും നമ്മുടെ പാരമ്പര്യ വിശ്വാസത്തെയും കണ്ണി ചേർത്തുകൊണ്ട് ഒരു പുതിയ വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് സാർ അത് എഴുതുന്നത്. നെല്ലും പാണവും കൊണ്ട് പോറ്റണ ദൈവം, വെച്ചൂട്ടു വിരുന്തൂട്ടു കൊടുത്തേക്കണ ദൈവം, അച്ഛനണങ്ങന് വിളക്കായൊരു ദൈവം, അച്ഛനണങ്ങന് വിളക്കായൊരു ദൈവം.
ഭയങ്കരമായ പക്ഷേ ഇന്ന് ആ പാട്ട് വളരെ പ്രസിദ്ധമാണ്. ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലെ നാടൻപാട്ട് സംഘങ്ങൾ ഈ പാട്ട് ഏറ്റുപാടും. പാട്ട് പാടുന്നുണ്ട്. പക്ഷേ എമ്മൻ്റെ പേര് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ.